എന്താ മുത്തുമോളെ എനിക്ക് പണി? അസ്സലാമലൈക്കും. ഇന്നത്തെ പണി എന്താ വെച്ചാലേ, ഇന്ന് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ തേങ്ങ ചെരണ്ടേനി. എന്തിനാ വെച്ചാൽ അവല് കുഴക്കാന്. ഇപ്പം കുട്ടികളൊക്കെ അവിടെ കാത്ത് നിൽക്കുകയാണ്. കുട്ടികൾ മദ്രസ വിട്ട് നിൽക്കണം. അപ്പൊ ഞാന് കുട്ടികളെ വിട്ടുങ്ങാണ്ട് പിന്നെ ഞാൻ കടന്നു. അപ്പൊ നീച്ചാണ്. ഞാൻ മദ്രസ വിട്ടിട്ട് ഇപ്പം വന്നിട്ടുള്ളൂ. കുട്ടികളെ കൊണ്ട് വന്നതാണ്. അപ്പൊ ഓള് കടന്നുറങ്ങിയ. അപ്പൊ ഇന്ന് അവല് കുഴക്കാൻ വിചാരിച്ചു. കടിയൊക്കെ ഉണ്ടാക്കണം കരുതീനി. പിന്നെ നേരം കിട്ടിയിട്ടല്ല. നമുക്ക് തടി കൊണ്ട് കഴിക്കില്ലേ. പിന്നെ നമുക്ക് എന്താ കാട്ടുക. അപ്പൊ തേങ്ങ ചിരണ്ടി അവല് കഴിക്കട്ടെ. അനുവിന് കടി കുമ്മൾ കൊണ്ടുപോയിക്കണോ ചോദിച്ചു നോക്കണം. ഇല്ലെങ്കിൽ ഓനെന്തെങ്കിലും കടി ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണം. ഇന്നലെ ചോറ് കുന്മാൻ കൊണ്ടുപോയി കൊടുത്തീനി അന്തിക്കുള്ളത്. അപ്പൊ ഈ കടി ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഓന അവല് കഴിച്ചല്ല, എന്തെങ്കിലും കടി ഉണ്ടാക്കിയാണ്ട് കടയിൽ വെക്കാം അല്ലേ? കുന്മാനൊന്നും പണിയില്ലല്ലോ. പണിയില്ല. അപ്പൊ കുറച്ചായിട്ട് ഇടക്കും തലക്കും ഓരോ പണി കിട്ടിയെങ്കിൽ കിട്ടി. അപ്പൊ നിങ്ങള് ചായയും കടി കുടിച്ചില്ലേ? കുടിച്ചു. ഇന്നലെ പെരിയിലായിരുന്നു. ഇന്നലെ ഇവിടെ നിന്നിട്ടില്ല. അപ്പൊ കുട്ടികളെ മദ്രസക്ക് കൊണ്ടുപോവാൻ രാവിലെ വന്നു അല്ലേ? രാവിലെ വന്നു, കുട്ടികളെ കൊണ്ടുപോയി. പിന്നെ കുട്ടികളെ കൊണ്ടുവന്നാക്കിയതാണ് ഇപ്പത്. അപ്പോൾ ഞാൻ കിടക്കണേ. അപ്പം ഇനി അവല് കുഴക്കട്ടെ കേട്ടോ. തേങ്ങ ചിരണ്ടാണ്. അതിന്റെ അടിയിൽ സീനു വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടടാ വർത്താനം? ചാടിച്ചോ? ഇമ്മ കുളിച്ചീനിയോ? മട്ട എന്നാ വിളിച്ചു നോക്കിട്ടില്ലടാ. എന്നാ കൊയങ്ങീന്ന്. അപ്പൊ നീച്ചാണ്. അപ്പൊ ഞാൻ അവലും ഉണ്ടാക്കാ വിചാരിച്ചിട്ടേ അവലും ഉണ്ടാക്കിയേന്. അങ്ങനെ അടങ്ങി കിടക്കണില്ലായിരുന്നു. മരുന്ന് കയറാൻ അയക്കണില്ല. ആ വർത്താനൊക്കെ കുറച്ച് ഉഷാറായിക്കണ് ഇപ്പൊ അല്ലേ? ഇതാണ് കേട്ടോ ഞമ്മളെ അവല് കുഴച്ചത്. അവലും തേങ്ങയും ചക്കരയും. ചക്കര കുറച്ചുള്ളേനി. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടു അല്ലേ? ഇത് കുറച്ച് കളമ്പി കൊടുത്താണ്. ഇപ്പൊ റെഡി. ഇപ്പൊ പയിച്ച് അതൊക്കെയുണ്ട്. വെള്ളരിക്കി ആ ചായയും കൊടുന്നേരാം. അപ്പൊ കടി ഉണ്ടാക്കാൻ മടിയില്ലോൽക്കൊക്കെ എളുപ്പപ്പണി അവല് ഉണ്ടാക്കാം. അപ്പൊ കുറച്ചും പാടെ ഇട്ടരാപ്പ. അത് തിന്നാൻ വെയ്ക്കുണ്ടാവും ആ സ്പൂൺ കൊണ്ട്. എങ്ങനെ ഉണ്ടടാ അവല്? രസമുണ്ടോ? ഇവർക്ക് ഇഷ്ടമാണ്. രസമുണ്ടോ? കുന്മാ പിന്നെ പെരിയുന്ന ചായയും കടിയൊക്കെ തിന്ന് പോന്നല്ലേ. അല്ലേ ഇപ്പൊ ഈ അവലൊന്നും പറ്റൂല അല്ലേ? ഞാൻ എസ്സാറൊക്കെ എടുത്ത് വെച്ചിനി എന്തെങ്കിലും ഉണ്ടാക്കാൻ. ഞാൻ തിന്നോണ്ട്. ഞാൻ അനുവിനെ വിളിച്ചോക്കട്ടെ കേട്ടോ. ഓന് ചായയും കടി എന്തെങ്കിലും തിന്നോന്ന് ചോദിച്ചോക്കട്ടെ. അനുവിന് ചായയും കടിയടി ആണോ? ഇജ്ജ് കൊണ്ടുപോയി കൊടുക്കുവോ? എന്താ അവിടെ കടി? ആ നന്നായി. ഞാനടി അവല് കുഴച്ചിക്കാണ്. അപ്പൊ ഞാന് കൊണ്ടുപോയി കൊടുക്കാൻ കരുതിയേട്. ഞാൻ നീച്ചിട്ടില്ല. അപ്പൊ നീച്ചു. ഉച്ചക്ക് കൊണ്ടുപോകുവോ? ആ എന്താ കൂട്ടാണ്ടാക്കണ്? ആയിക്കോട്ടെ. എന്നാ ഉച്ചക്ക് കൊണ്ടുപോയിക്കാൻ അന്തിക്കാൻ കൊണ്ടുപോയിക്കോണ്ട് കേട്ടോ. ആയിക്കോട്ടെ. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചോറും കൂട്ടാനും ഉണ്ടാക്കണ മാതിരിയിലെ കൂട്ടാനൊന്നും പറ്റൂല. മഞ്ഞപ്പിത്തായോണ്ട് തന്നെ ഉപ്പ് പറ്റൂല, മുളക് പറ്റൂല,
എണ്ണ പറ്റൂല അല്ല എങ്ങനെ തിന്നു. ഇന്നലെ രാത്രി ഉണ്ടാക്കി കൊടുത്തപ്പോൾ തന്നെ ഭയങ്കര ഇടങ്ങേറ് കേട്ടോ. ഉപ്പും എണ്ണയൊന്നും ഇല്ല. ഞാനിവിടെ പറഞ്ഞിട്ടാ എങ്ങനെ തിന്നുക, രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഉണ്ടാക്കി കൊടുത്താലും രസമില്ലാതെ വെക്കുമ്പോൾ ഒരു ഇടങ്ങേറല്ലേ. പക്ഷെ പറ്റൂലോ ഓന്, പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് തിരിച്ചൊക്കെ കുഴപ്പമൊന്നുമില്ല, കുറവുണ്ട്. എന്നാലും ആ കൺട്രോൾ ചെയ്ത് നിൽക്കണ്ടേ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ പോയി ചായ കുടിച്ചട്ടെ. പോയി ചായ കുടിച്ചു പോരുന്നു. ഞാൻ ചാച്ചട്ടെ അവിടെ കുത്തി തോന്നിട്ടോ. ഞാൻ പണിയുണ്ട് പറയാ, പണിയുണ്ട്. അപ്പോൾ അടുത്തത് തന്നെ തീ വിട്ടിട്ട് വിചാരിച്ചിരിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്നും ഗ്യാസുമേലാണ് ചോറുണ്ടാക്കില്ല, കുക്കറിലുണ്ടാക്കില്ല. ഇപ്പം രസം കിട്ടണില്ല എന്നും പറഞ്ഞാൽ വന്നത് തൊട്ടിട്ടോ. കാരണം കുറച്ച് പണിയെടുക്കുമ്പോഴത്തേന് കുഴങ്ങാണ്. അപ്പോൾ അന്തിക്ക് കുക്കറിലിട്ടാൽ പിന്നെ വൈകുന്നേരം കുക്കറിലിടേണ്ടി വരും. അനുവിന് ചൂടിൽ കൊടുക്കണ്ടേ. അപ്പം ഇനി ചോറ് തീമിട്ടാൽ വൈകുന്നേരം തിളപ്പിച്ച് കൊടുക്കുവാണ്. അപ്പോൾ നല്ല അരി നല്ല ചോറ് വയ്ക്കാറല്ലോ. അപ്പം ഇനി അടുപ്പത്ത് ഏതായാലും തീ ഇട്ടിട്ടെ. തീ ഈ വിറക് എന്ന് പറഞ്ഞാൽ ഒരു സൈസ് വിറകാണ്. ഇത് ഉമ്മ കൊത്തി നോക്കി അങ്ങനെ കത്തിച്ചല്ല. ഇതിന് ഇങ്ങോട്ട് കൊത്തി നോക്കാനും കഴിയുന്നില്ല. കത്തോ നോക്കട്ടെ, അല്ലെങ്കിൽ കുക്കറിൽ തന്നെ തീമടേണ്ടി വരും. നല്ല കുട്ടിയാണ് ചോദിച്ചേരി. അടിച്ചൊരി തരികയാണ്. ഓനൊരു പണി കൊടുത്തില്ല. ഇതാ ഇതാണ് കത്തിച്ച് കുഴങ്ങാന്നല്ലാതെ തീ കത്തണില്ല. മുട്ടി വിറകായിട്ടാണ് സംഭവം. ഓലക്കൊടിയൊന്നുമില്ല ഇവിടെ. കുറേ നേരമായി കത്തിച്ച് തുടങ്ങിയിട്ട്. എന്നാൽ നോക്കട്ടെ. ഇന്ന് അത്യാവശ്യം തിരുമ്പാനും ഉണ്ടേനി. അപ്പോൾ ഉമ്മ ഹോസ്പിറ്റലിൽ പോയ തുണിയും കുപ്പായൊക്കെ ഉണ്ടേനി. അത് തിരുമ്പിയെടുക്കട്ടെ. തീ ഞാനവിടെ പേപ്പർ ഇങ്ങനെ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ആ പേപ്പർ ഇങ്ങനെ കത്തുണ്ട്. അത് കഴിഞ്ഞാൽ നിൽക്കുകയാണ്. നല്ല കത്തി പിടിച്ചിട്ട് വേണം ചോറിയും ഇടാൻ. അങ്ങനെ തിരുമ്പലും ഓടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ്. തിരുമ്പല്ലതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ തന്നെ ഇട്ട് തിരുമ്പിക്കണം. പിന്നെ ഈ വെള്ളിപ്പാൻ്റെത് തുണിയും കുപ്പായം എന്ന് പറഞ്ഞാൽ അത് പന്നി ചേറിൽ മുങ്ങിയ മാതിരിക്കാണ് വരവ്. ലതുവാ അപ്പോൾ ഓനിട്ട് തന്നെ പണിയെടുത്തു. തിരുമ്പട്ടെ. ഓനോട് പറഞ്ഞാൽ ചാക്കിട്ട് പോണ്ട. ഇപ്പം എങ്ങനെയുണ്ട് തിരുമ്പലൊക്കെ? നല്ല രസമുണ്ടോ? അപ്പോൾ ഓൻ്റെതോൻ തിരുമ്പട്ടെ. ഇങ്ങനെയല്ലേ പഠിച്ചല്ലേ അതുവാ? ഇങ്ങനെയല്ലേ പഠിച്ച അല്ലേ? കറുപ്പായോണ്ട് ചളി അങ്ങനെയൊന്നും അറിയില്ല. അടിയിലുണ്ടാവും. തിരുമ്പിയിട്ട് വാട്ടോ. നല്ല സുഖമല്ല തിരുമ്പാന്. എന്താ എന്തോ ഒരു പാൻ്റ് അത്. അതൊക്കെ മോഡലാണ്. തിരുമ്പിയിട്ട് വാട്ടഞ്ഞി മാമൊക്കെ തിന്നട്ടോ. ഇതിൻ്റെ ഇടയിലാട്ടോ ഓൾക്ക് നൂഡിൽസ് വേണം പറഞ്ഞാണ്ട് നൂഡിൽസ് ഉണ്ടാക്കിച്ചാണ് ഇപ്പോൾ. നൂഡിൽസ് വേണോ? ഇതാണ് ഞങ്ങളൊക്കെ ഉള്ള കുട്ടി. വീഡിയോക്ക് വരാൻ മടിയാണ് അല്ലേ? മടിയല്ലേ? കുറവാട്ടാതെ കുത്തിനോ. എല്ലാരും ഞങ്ങളെ വീഡിയോ കാണലുണ്ടോ ചോദിച്ചക്ക്? ഇഷ്ടാണോ ചോദിച്ചക്ക്? ഇഷ്ടാണോ? ഇന്ന ആൾക്കൊക്കെ ഇഷ്ടമുണ്ട് ചോദിച്ചക്ക്? ഇഷ്ടമുള്ളവരോട് കമന്റ് ചെയ്യാൻ പറയും. അല്ല ഇഷ്ടമുള്ളവര് കമന്റ് ചെയ്യണേ പറയും. പിന്നെന്തൊക്കെ? അങ്ങനെ
ചോറ് കഴിക്കാനായി, തിരുമ്പല് കഴിഞ്ഞ്. പിന്നെ വത്തൽ മീനുണ്ട്, ഇനി വത്തൽ മീൻ കൂട്ടാൻ വെക്കണം, മമ്പയർ ഉപ്പേരിയും വെക്കണം. അവിടെയും കഴിഞ്ഞാൽ ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞിട്ടുമ്പോൾ നേരാവുന്നുള്ളൂ. ഇനി അത് ആവണ വരെ ഈ അടുപ്പത്തുണ്ടാവും അല്ലേ. ഉമ്മച്ചി കൊടുന്നേരാ, അവിടെ പോയിക്കോ. ഞായി കിട്ടിയാലേ ഒന്ന് സമാധാനം ആകുള്ളൂ. വേഗട്ടെട്ടാ. ആ സ്പൂണ് ചൂടാ. വേറെ സ്പൂൺ എടുക്കടാ, അളക്കാൻ വെക്കൂല. ഒന്ന് നേരം വെയിലപ്പ ചോറിന്. നല്ല താളിപ്പ്, തക്കാളി താളിപ്പ്, പിന്നെ വത്തൽ മീൻ പൊരിച്ചതുണ്ട്, മമ്പയർ ഉപ്പേരി. ഇതാണ് ഇന്നത്തെ കൂട്ടാന്. തക്കാളി താളിപ്പ് എല്ലാവർക്കും അറിയോന്ന് അറിയില്ല. നമ്മളിവിടെ കഞ്ഞിൻ്റെ വെള്ളത്തിൽ തക്കാളി ഒക്കെ ഇട്ട് പുളിയൊക്കെ ഇട്ട് ഇങ്ങനെ താളിക്കും. ചെക്കൻ്റെ പല്ലിളകിയിരിക്കുന്നു കേട്ടോ. ഇപ്പത്തെ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഒറ്റക്കനെ അളക്കുക, ഒറ്റക്കനെ പറിച്ച്. പേടിയുണ്ട് എനിക്ക്. ഞങ്ങളൊക്കെ എന്താ അറിയോ, പല്ലിങ്ങനെ അളക്കും, പിന്നെ അളക്കും, പിന്നെയും കരയും, ലാസ്റ്റ് പല്ല് പോന്ന ഒരൊറ്റ കരച്ചില്ല. ഇപ്പത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നമല്ലോ, അളക്കി പറിച്ചാണ്. ഞാൻ പറിച്ചെടുത്തേ? ഞാൻ വലിച്ചെടുത്തേ? എനിക്ക് വേറെ ആള് പറിച്ചുമ്പോഴാ വേണ്ടി ആണ്. ഞാൻ പറിച്ചേരാ, പറിച്ചട്ടെ? ചമ്മണ്ടെങ്കിൽ ഇപ്പൊ അളക്കി പറിച്ച് പുടിച്ചലിച്ചിങ്ങാണ്ട് എപ്പൊ കിട്ടി വെച്ചാൽ മതി. വെല്ല വലിച്ചോളൂ. ഇല്ല, ഞാൻ വല്ലല്ലേ വലിച്ചോളൂ. ആയിക്കോട്ടെ, നോക്കാം. ആ മോൾക്ക് തന്നെ വലിച്ചോളൂ, വെല്ല വലിച്ചോളൂ. നോക്കട്ടെ. ഒരു വേലും കൂടി. ഇച്ച് പേടിയാണ്. ഓനിലേറെ പേടിച്ച അതിന് നല്ലോ പോലെ നോക്കട്ടെ. അല്ല, ഞാൻ എങ്ങനെ നോക്ക? ഞാൻ കാട്ടൂല, ഉമ്മച്ചി കാട്ടൂല, ഓള് കാട്ടും. മറ്റോള് വേര് മാത്രം പൊട്ടില്ല, ആ ഭാഗത്തെ വേര് പൊട്ടാണ്ട് ഇജാ വേര് പൊട്ടിച്ചു. എന്നിട്ട് ഞാൻ വെല്ല എടുത്തരാം. അല്ലാതെ വേരൊക്കെ പൊട്ടിച്ചു പേടിയാട്ടോ. ഇന്റെ പല്ലെന്നെ എന്താ, നമുക്ക് ലാസ്റ്റ് കോട്ടെല്ലാം ഉണ്ടാവൂലേ, അതൊക്കെ പറിച്ചാന്ന് തന്നെ എന്തൊരു പേടി അറിയോ. പക്ഷെ അന്നെയാണ് പുടിച്ച് വലിച്ച് പറിച്ചറിയത്. ഇതിനൊന്നും പേടില്ല. ഇതൊക്കെ കാട്ടു നോക്കിയാ ഇവനും പേടില്ല. അതേപോലെ എന്റെ പല്ല്, എന്റെ പല്ലാരെ പറിച്ചീനെ? ഓന്റെ പല്ലും മറ്റോനാ പറിച്ചെടുത്തീനെ. ഇതിപ്പോ ഞാൻ അതിന്റെ പണി കജാതെ ഓർന്ന് നീച്ചു പോരൂല അല്ലേ എണ്ണിയെ? ഋതുവാ? ആ, അന്ന് കിടക്കുമ്പോത്തിന് ശരിയാക്കിയതാലും. ഞാനല്ലേ തന്നെ. ചു പേടിയാ? ഇതും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി മുമ്പത്തെ വേര് പൊട്ടിച്ചത്. ആ വെറുതെ നിക്കണ പല്ല് ഒരു കുഴപ്പമില്ല. ഇനിയില്ല പല്ലിന് കുഴപ്പമുണ്ട്. വെറുതെ ഇളക്കി പറിച്ചല്ലേ ഇപ്പൊന്ന്. എന്താ എന്റെ ഒക്കെ ഒരു കഥ അല്ലേ. ഇനിയിപ്പോ ഈ പല്ല് പോയ ഇനി പല്ല് വരൂല കേട്ടോ. രണ്ട് പല്ല് ഇളകാണ്ട്, ഇതുണ്ട് ഇതുണ്ട്. അതളകി. അതന്നെ ഉള്ള ഞാൻ ഇളകി വരാല്ലാത്തൊക്കെ ഇളകി പറഞ്ഞില്ലല്ലോ. അല്ല, ഇത് ഇളകുണ്ട്, ഇതും ഇളകുണ്ട്. ആ, ആക്കം പോലെ പറിച്ചാ മതി. പല്ല് ഒരു വട്ടേ വരുള്ളൂ, പോയാ പിന്നെ പല്ല് വരും. തിന്നാൻ പറ്റില്ല. എന്റെ പല്ലൊക്കെ പോയിട്ട് ഇപ്പൊ പല്ല് വരേറ്റിക്ക. അപ്പൊ ഞാന് കുന്മാനും ഇതും ചോറുന്നാണ്. ഇപ്പൊ രാത്രി ചോറുന്നലില്ല, ഇപ്പൊ കടന്നു. ഉച്ചക്കത്തെ ചോറ് നിങ്ങളില്ലേ ഇനില്ലേ? അതേ കൂട്ടാൻ തന്നെ, മമ്പയർ ഉപ്പേരിയും വത്തൽ മീനും താളിപ്പും. രസമുണ്ടോ? രസല്ല, അല്ല രസമുണ്ടോ? ഞമ്മക്ക് പിന്നെ ഒന്നും വേണ്ട, നമ്മള് കാടമുട്ട പൊരിച്ചെന്ന അല്ലേ? എവിടെ എന്റെ മുട്ട? അത് തിന്നേനി ഫസ്റ്റ്. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.